യേശുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന സന്ദേശവുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ സമീപിച്ചിരിക്കുന്നത്. ലോകത്ത് പൊതുവെ മനുഷ്യർ ഉത്കണ്ഠാകുലരായി കാണപ്പെടുന്നു. കാരണമൊന്നുമില്ലെങ്കിലും കുറേയധികം ആൾക്കാർ വളരെ അസ്വസ്ഥതയിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ ധനവാൻ പോലും വലിയ അസ്വസ്ഥതയിലാണ്. ധനവാനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, രോഗിയെന്നോ ആരോഗ്യവാനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പലരും അസ്വസ്ഥരായി കാണപ്പെടുന്നു. ഏതാനും മാസം മുമ്പ് വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത നമ്മൾ വായിച്ചു. ഇതെല്ലാം കൂട്ടി ചിന്തിക്കുമ്പോൾ മനുഷ്യർ പൊതുവെ നിരാശരും വ്യഗ്രഹീതരും ആണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, ആകാശത്തിലെ പക്ഷികൾ എവിടേക്കാണ് രാവിലെ പോകുന്നതെന്ന്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അത് പറക്കാനായിട്ടാണ് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും ഇത് പറക്കാനായിട്ടല്ല പോകുന്നത്, മറിച്ച് ആഹാരം തേടി പോവുകയാണ്. രാവിലെ പോയി വൈകിട്ടാണ് തിരിച്ചു വരുന്നത്. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ, പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവയ്ക്കുള്ള ആഹാരം ഇടയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചു പോയി കഠിനാധ്വാനം ചെയ്യും. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് സന്തോഷമുണ്ടാകും എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. അനാവശ്യമായ ഉത്കണ്ഠ ആവശ്യമില്ല. കർത്താവ് തൻ്റെ മലയിൽ ആവശ്യമുള്ളതെല്ലാം തരും എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അത്ഭുതകരമായ മാറ്റമാണ് കഴിഞ്ഞ 50 വർഷം കൊണ്ട് നമ്മുടെ ഹൈറേഞ്ച് പ്രദേശത്തുണ്ടായിരിക്കുന്നത്. 50 വർഷത്തെ മുമ്പുണ്ടായിരുന്ന ദരിദ്രരാണ് ഇന്ന് വലിയ സാമ്പത്തിക ചുറ്റുപാടുകളിൽ ഇടുക്കിയിൽ ജീവിക്കുന്നതെന്ന് ഓർക്കുക. ദൈവം നമ്മളെ പരിപാലിക്കും. സങ്കീർത്തകനോടൊപ്പം നമുക്കും പാടാം, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. സമൃദ്ധമായ പുൽത്തകിടികളിൽ അവിടുന്ന് എന്നെ നയിക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവം നിങ്ങൾക്ക് തുണയായി തീരും. പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും.